നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ന്യൂനോ മെൻഡസിൻ്റെ വിശേഷണം എന്തായിരുന്നു? ലോകത്തെ ഏറ്റവും മികച്ച LB. പക്ഷേ എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തെ ചിത്രത്തിലെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ചെൽസിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ന്യൂനോ മെൻഡസ് തനിക്ക് നേരെ വന്ന പ്രഗത്ഭരായ എതിരാളികളെയൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒക്കെ പോക്കറ്റിലാക്കി എന്നാണല്ലോ പറയുക. അതാണല്ലോ നമ്മുടെ വിശേഷണം. അങ്ങനെ ആക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ലാമിൻ യമാൽ, മോ സല, ബുക്കായോ സാക്ക. പക്ഷേ കോൾ പാൽമറുടെ മുന്നിൽ അത് നടന്നില്ല. അതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 90 മിനിറ്റ് കളിച്ചിട്ട് 3 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെയാണ് വന്നത്. 2 തവണ ഡ്രിബിൾ പാസ് ചെയ്യപ്പെട്ടു. 14 തവണ പൊസഷൻ നഷ്ടമായി. ഒരു യെല്ലോ കാർഡ് വാങ്ങി. സോ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്നലത്തേത് ന്യൂനോ മെൻഡസിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ന്യൂനോ മെൻഡസ് ഹാസ് ബീൻ ഷട്ടിങ് ഡൗൺ നിയർലി എവറി വൺ ദാറ്റ് ഹാസ് ഗോൺ അഗെയിൻസ്റ്റ് ഹിം ദിസ് സീസൺ, ഇൻക്ലൂഡിങ് ലാമിൻ യമാൽ, സല ആൻഡ് സാക്ക അണ്ടിൽ ഹി മെറ്റ് കോൾ പാൽമർ എന്ന ESPN FCയുടെ വിശേഷണം അത് വളരെ കൃത്യമാണ്. പക്ഷേ ഈ ഒറ്റക്കളി കൊണ്ട് ന്യൂനോ മെൻഡസ് വളരെ മോശം കളിക്കാരനാണ് എന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഓഫ് ഡേയ്സ് ഉണ്ടാകും. എന്തായാലും പ്രഗത്ഭരെയൊക്കെ പൂട്ടിയ ന്യൂനോ മെൻഡസിന് കോൾ പാൽമർക്കും ചെൽസിക്കും മുമ്പിൽ അത് തുടരാൻ പറ്റിയില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.